കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ ടാസ്കുകൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഓട്ടോമേറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള വല്ല സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ ടൈം കിട്ടും. എൻ്റെ ഒരു കാര്യം പറയണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വീഡിയോ എഡിറ്റിങ്ങിലാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ഓട്ടോമേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രീസെറ്റ് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ടൈം അവിടെ സേവ് ചെയ്യാം. എൻ്റെ വീഡിയോ ഫുള്ള് ഞാൻ ലോഗിലാണ് എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമിക് റേഞ്ചാണ്. അതായത് ഇപ്പോൾ ഈ വിൻഡോസിലുള്ള ഈ ഹൈലൈറ്റ്സും ഇതിനുള്ള ഈ ഡാർക്ക് പോർഷൻ, അതായത് ഷാഡോ ഏരിയയിലുള്ള ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്ത് ലോഗിലെടുക്കുമ്പോൾ. സോ അതാണ് ഒരു റീസൺ. പിന്നെ ഇതിനകത്ത് കോൺട്രാസ്റ്റ് ഉണ്ടാവില്ല, കളർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഫ്ലാറ്റ് പ്രൊഫൈലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഗ്രേഡ് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിലെടുത്താൽ അതായിരിക്കും ഇത്തിരിയും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമുക്ക് വീഡിയോയിൽ പ്രത്യേക സ്റ്റൈൽ, ഇപ്പോൾ മൂവീസിലൊക്കെ ആണെങ്കിലും എല്ലാ മൂവീസിൻ്റെയും കളറേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ ലെറ്റ്സ് പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനു പകരം ഞാൻ തന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ഒരു യൂണിഫോം കളർ, അതായത് ഇപ്പോൾ എല്ലാ വീഡിയോസും ഒരേ കളർ പോലെ ആക്കാനുള്ള ഒരു ഇതാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് സാംസങ്ങിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ലോഗിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇതേപോലെ ഇരിക്കണം. ഇതിനകത്തേക്ക് കളറൊക്കെ കൊണ്ടുവരാനായിട്ട് സാംസങ് തന്നെ ഒരു ലട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത്. ഇപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോഗോ എങ്ങനെയാണ്, അതിനുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോയുടെ ഫോർമാറ്റ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്കും പോയി ചെക്ക് ചെയ്യാം. ഈ ഒരു ലെറ്റാണ് കളർ ഗ്രേഡിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യണത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. അതായത് സാംസങ് ലോഗ് ലീനിയർ 1D ലെട്ടും ഞാൻ യൂസ് ചെയ്യണത് സാംസങ് ലോഗ് 2 Rec 709 1.0 ക്യൂബ്, ആ ഒരു ലെറ്റാണ് യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൊരു ലുക്ക് ആഡ് ചെയ്യാനായിട്ട് കളർ കാര്യങ്ങളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചെയ്യണത്. എൻ്റെ റെഫറൻസ് എന്ന് പറയണത് ഇതാണ്. അപ്പോൾ ഈ കളർ ഗ്രേഡ് എല്ലാ സിനാരിയോസിലും വർക്കാവോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഞാൻ കുറേ ഫുട്ടേജ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഡേ ടൈമിലും പിന്നെ ഉള്ളത് നൈറ്റ് ടൈമിൽ. അപ്പോൾ രണ്ട് ടൈപ്പ് സിനാരിയോസിലും വർക്കാവണ രീതിയിലും പല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് എടുത്തേക്കുന്നത്. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും പോയില്ല. എനിക്ക് ഇത്രയും കൂടെ ഈ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ആൻഡ് ഞാനൊരു ലട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അപ്കമിങ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം വർക്കാവില്ലെന്ന്. എന്നിട്ട് പിന്നെ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പെർഫെക്റ്റ് ലട്ടാക്കി മാറ്റണം. ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ഹാർഡ്വെയർ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന് ഒരു ഡെഡിക്കേറ്റഡ് GPU കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യൽ ഇത്തിരി ചടങ്ങാണ് ഇതിൽ. ഇപ്പോൾ 4K ഫുട്ടേജ് കുറേ ഉണ്ടെങ്കിൽ ഇതേപോലെ പ്രീമിയർ ഹാങ് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലാപ്പ് ഇതേപോലെ ഫ്ലിക്കർ ചെയ്യും. സെക്കൻഡറി ഡിസ്പ്ലേയിലേക്ക് ഔട്ട്പുട്ട് വരില്ല. അങ്ങനെ കുറേ ഗ്രാഫിക്കൽ എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കൈൻഡ് ഓഫ് ഫെയിൽ. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് മറ്റേ റെഫറൻസ് കാണിച്ച പോലത്തെ ഒരു ഇമേജ് ഉണ്ടാക്കാനായിരുന്നു. ബട്ട് അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്കാവണം. അപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്ത് കുറച്ച് കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഇത് ഹാങ് ആവും. പിന്നെ പ്രീമിയർ ക്രാഷ് ആവും. അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ലെറ്റാണ് ക്രിയേറ്റ് ചെയ്തേക്കണത്. ആൻഡ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ആഴ്ചത്തെ പരിപാടി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിലെ കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം. ഇനി ഈ സംഭവങ്ങളെല്ലാം ഹാർഡ്വെയറൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒന്നുകൂടിയും ട്രൈ ചെയ്ത് നോക്കും. അതുവരെ
ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ. ഇതും പോയി കണ്ടോ.